ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാതെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതിയിൽ സർക്കാർ നിലപാട് തിരുത്തുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു പ്രതികരണം. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയും വേണം. രണ്ടും രണ്ടല്ലേ? പിന്നെന്താ, അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടല്ലേ ജനാധിപത്യം നടക്കുക? അല്ലാണ്ട് വിശ്വാസികൾക്ക് ഒരു ജനാധിപത്യം, വിശ്വാസി അല്ലാത്തവർക്ക് വേറെ ജനാധിപത്യം ഉണ്ടോ? എല്ലാവർക്കും ഉള്ള ജനാധിപത്യം തന്നെ. കോടതി പറഞ്ഞ നിലപാടാണെന്ന്. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം എന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. യുവതീ പ്രവേശനത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും G സുകുമാരൻ നായർ പറഞ്ഞു. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. ഇടപെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ NSS അല്ലേ ഉള്ളൂ. ഇതിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ. ഗവൺമെന്റുകൾ പോലും ഇടപെട്ടിട്ടില്ല. NSS ആ കേസ് കൊടുത്തിരിക്കുന്നു. ഏതായാലും ഞങ്ങളെ വിളിക്കും. അത് ഞങ്ങൾ വളരെ സജീവമാണ്. കേസ് വളരെ പഴയ വാശിയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാകും ഹർജികൾ പരിഗണിക്കുക. 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടായേക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതൻ, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന്, G സുകുമാരൻ നായരുടെ വാർത്താസമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി കോട്ടയത്ത് നിന്നും ചേരും. ആദ്യം അച്യുതനിലേക്കാണ്. അച്യുതൻ, നാളെ സുപ്രീം കോടതി ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. 9-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. നേരത്തെ ചീഫ് ജസ്റ്റിസ് അത്തരമൊരു സൂചന നൽകുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ 2018 ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇടയാക്കിയത്. തുടർന്ന് പുനഃപരിശോധനാ ഹർജികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയിലേക്ക് വീണ്ടും എത്തി. അങ്ങനെയായിരുന്നു അന്നൊരു 9-അംഗ വിശാല ബെഞ്ച് രൂപീകരിച്ചത്. പക്ഷേ പല കാരണങ്ങളാൽ, കോവിഡ് മൂലം മറ്റ് കാരണങ്ങളാലും ആ ബെഞ്ച് പിന്നീട് ഈ വിഷയങ്ങൾ പരിഗണിക്കാനായി കഴിഞ്ഞിരുന്നില്ല. അതിൽ അവശേഷിക്കുന്ന ഏകയാൾ എന്ന് പറയുന്നത് ഇന്നത്തെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. അപ്പോൾ നിലവിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെ മുൻകാലങ്ങളിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്, ഈ യുവതി പ്രവേശനം, അതായത് ഈ മതസ്വാതന്ത്ര്യവും അവിടെ സ്ത്രീകളുടെ അവകാശവും സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതി ഇടപെട്ട്, അതായത് മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഏർപ്പെടുത്തണമോ, ആ വിഷയം അങ്ങനെ ഒരു ഇടപെടൽ വേണമോ എന്ന കാര്യങ്ങൾ പരിശോധിക്കാനായി ഒരു 9-അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുമെന്നുള്ളത്. അതിലേക്കാണ് ഈ ശബരിമല യുവതി പ്രവേശന വിഷയവും അതിലേക്ക് ഉൾപ്പെടുക. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നാളെ സുപ്രീം കോടതി ഈ പുനഃപരിശോധനാ ഹർജികൾ വീണ്ടും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് മുൻപാകെ നാളെ വരുന്നത്. പക്ഷേ നാളെ എന്തായാലും ഈ പുനഃപരിശോധനാ ഹർജികളിൽ വിശദമായ വാദങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. കാരണം ഇത് വിശാല ബെഞ്ചിലിരുന്ന ഒരു വിഷയമാണ്. ആ സാഹചര്യത്തിൽ 3-അംഗ ബെഞ്ചിന് ഇതിൽ വാദം കേൾക്കാനായി കഴിയില്ല. മറിച്ച് നാളെ ഉണ്ടാകുന്നത് നിർദ്ദേശങ്ങളായിരിക്കും. എന്തായിരിക്കും ഈ പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ? കോടതി വിശാല ബെഞ്ച് രൂപീകരിക്കുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് തേടുമോ എന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും നാളെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ച്, 3-അംഗ ബെഞ്ച് പുറപ്പെടുവിക്കുക. അതിലേറെ സാധ്യത 9-അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുക എന്നത് തന്നെയാണ്. അത് പ്രധാനമായും ആ ബെഞ്ച് പരിഗണിക്കുക മതസ്വാതന്ത്ര്യവും അവിടെ സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ. അതിൽ കോടതി ഇടപെട്ടുകൊണ്ട്, മതാചാരങ്ങളിൽ കോടതി ഇടപെട്ടൊരു ലിംഗസമത്വം ഏർപ്പെടുത്തണമോ എന്നുള്ള വിഷയം. കാരണം ആ വിഷയം സ്വാഭാവികമായും പരിശോധിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം ഉചിതമായ ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ 9-അംഗ വിശാല ബെഞ്ച് രൂപീകരിക്കുന്നതും ഏറെ നിർണായകമാണ്. അതിൽ ഉൾപ്പെടുത്തേണ്ടവർ, അതിൽ ആരൊക്കെ എത്തും എന്നുള്ളതെല്ലാം ഉൾപ്പെടെ അതിൽ നിർണായകമായിട്ടുള്ള തീരുമാനമായിരിക്കും. അപ്പോൾ എന്തായാലും നാളെ ഇത് 3-അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസിന്റെ 3-അംഗ ബെഞ്ചിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ആ നിർദ്ദേശങ്ങൾ എന്താണ് എന്നതായിരിക്കും നാളെ ബെഞ്ച് പുറപ്പെടുവിക്കുക. മറിച്ച് ഇതിലൊരു വിശദമായ വാദം കേൾക്കലോ ഒന്നും തന്നെ ഉണ്ടാകില്ല
എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്, താമസത്തിനൊടുവിലാണ് ഇപ്പോൾ ശബരിമല യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള ഈ പുനഃപരിശോധനാ ഹർജികൾ നാളെ 3-അംഗ ബെഞ്ചിലേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.